7 തവണ മരണത്തെ തോൽപ്പിച്ച മനുഷ്യന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോ വീഡിയോക്ക് പോണതിന് മുന്നേ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 1929 ക്രൊയേഷ്യയിൽ ജനിച്ച ഫ്രാൻസ് സെലാക് ഒരു സാധാരണ സംഗീത അധ്യാപകനായിരുന്നു. എന്നാൽ 1962 അദ്ദേഹം യാത്ര ചെയ്ത ഒരു ട്രെയിനിന്റെ പാളം തെറ്റി ആ ട്രെയിൻ ഒരു നദിയിലേക്ക് വീഴുകയാണ്. ആ അപകടത്തിൽ 17 പേർ മരിച്ചെങ്കിലും ഫ്രെയിൻ മാത്രം നിസ്സാര പരിക്കുകളുമായി രക്ഷപ്പെട്ടു. ഒരു വർഷത്തിന് ശേഷം അവന്റെ ആദ്യ വിമാനയാത്രയിൽ ആ വിമാനത്തിന്റെ വാതിൽ തുറന്ന് ഫ്രെയിൻ താഴേക്ക് വീഴുകയാണ്. പക്ഷേ അത്ര ഉയരത്തിൽ നിന്നും അവൻ ചെന്ന് വീണത് ഒരു വൈക്കോൽ കൂനയിലായതുകൊണ്ട് അവൻ ചെറിയ നിസ്സാര പരിക്കുകളുമായി രക്ഷപ്പെട്ടു. അതിനുശേഷം 1966 ഫ്രെയിൻ യാത്ര ചെയ്ത ബസ് മറിഞ്ഞ് 4 പേര് മരിക്കുകയാണ്. അതിലും അവൻ നീന്തി രക്ഷപ്പെടുകയാണ്. 1970-ലും 1973-ലും അവന്റെ കാറ് തീ പിടിച്ചു. 2 തവണയും അവസാന നിമിഷം ചാടി പുറത്തിറങ്ങിയതിനാൽ അവന്റെ ജീവൻ രക്ഷപ്പെട്ടു. 1995-ൽ ഒരു ബസ് ഇടിച്ചിട്ടും ചെറിയ പരിക്കുകളോടെ അവൻ രക്ഷപ്പെട്ടു. ഒരു വർഷത്തിന് ശേഷം ഒരു ട്രക്കുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടി കാർ വെട്ടിച്ചപ്പോൾ ആ കാർ കൊക്കയിലേക്ക് ചാടി. എന്നാൽ അവസാന നിമിഷം കാറിൽ നിന്ന് ചാടിയതിനാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇത്രയൊക്കെ ആക്സിഡന്റ് ഉണ്ടായിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നിട്ട് 2003-ല് ഇദ്ദേഹത്തിന് ലോട്ടറി കൂടി അടിക്കുകയാണ്. എന്നിട്ട് 2016-ല് തന്റെ 84-ാം വയസ്സിൽ നാച്ചുറൽ ഡെത്ത് ആയിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്.